ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കഥ തന്നെ. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുകയാണ്. കുറെ ലോങ് യാത്രയാണ്. ഞങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളെ റിലേറ്റീവ്സ് ഉണ്ട്. ചൂച്ചു ദീദി, എന്റെ കസിൻ താത്താണ്, എന്റെ മാമനെ അമ്മായി, പിന്നെ കുറച്ച് ആൾക്കാർ. ഒരു വേറെ കാരണം ഞങ്ങൾ വേറെ കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ എത്തിയ സ്ഥലം എനിക്കറിയില്ല. അപ്പൊ എല്ലാരും പപ്പ ഡ്രൈവിംഗിലാണ്. എന്ന് ഇവിടെ വേറൊരാളായിന്. ആള് ബാക്കിൽ ഒരു നോട്ടാണ്, ഉറങ്ങുറങ്ങാം. കണ്ടത് ക്യൂട്ടാ. പപ്പ ഡ്രൈവിംഗിലാണ്, മമ്മ ബാക്കിലുണ്ട്. ഫോണ് കണ്ടെത്തില്ല. നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ തുടരാം. എന്താ പറയണ്ടല്ലോ, ഈ ബോർഡൊക്കെ ഇവിടെ വെച്ചോലെ ഫസ്റ്റ് തല്ലണം. നല്ല വയനാട് സോഴ്സിലൊക്കെ വെക്കുന്നത്. ഞങ്ങള് വൈത്തിരി പാർക്കിലായിട്ടോ ഈ പ്രാവശ്യത്തെ ടൂർ പോയത്. അടിപൊളിയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പാഴമുട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല സ്പൈസിയാ. പിങ്ക് ഫ്ലവർ കണ്ടോ? ഓ, നല്ല ഭംഗിയുണ്ടല്ലേ. എന്റെ വീട്ടിൽ ഈറ്റലൊക്കെ വളർത്താം. ഹോട്ട് സ്പ്രിംഗിൽ വന്നാതിരിണ്ട്. പിന്നെ എന്തൊക്കെ ബസ്സുകളും ഇതൊക്കെ ഉണ്ട്. അടിപൊളി കാഴ്ച. ഈ സാധനം ഇപ്പൊ ഞങ്ങള് കർണാടക എത്തിയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂർ ഇനിയുണ്ട് കുറെ ദൂരം. വൈകുന്നേരമായി. ഞങ്ങളില്ലേ സൺഫ്ലവർ ഉള്ള സ്ഥലത്ത് കയറിട്ടോ. ആളുണ്ട് കർണാടക. എന്നോട് ആരൊക്കെ ചോദിക്കുന്നു ചോട്ടാ കോട്ടാ കോട്ടോന്ന്. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി. സോല് കയ്യിൽ ആക്ഷൻ പറയുന്നുണ്ട്. അപ്പൊ ആക്ഷൻ പറഞ്ഞപ്പോ മനസ്സിലായി. എന്റെ ക്ലാസ് ഒക്കെ ചോദിച്ചതാ. പിന്നെ എല്ലാ ആക്ഷൻ പറഞ്ഞു കണ്ടപ്പോ മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ ടോൾ ഗേറ്റില് അത് പാസ് ചെയ്യാം. ഇനിയും കുറെ ദൂരമുണ്ട്. എന്റെ പപ്പയൊക്കെ എന്റെ പപ്പ, എന്റെ മമ്മ, എന്റെ മൂന്നേർ, എന്റെ അനിയത്തില്ലേ, ഓളില്ലേ. ഞങ്ങളെ സ്ഥലം ഒരുമിച്ച് ഈ കാറിന്റെ നേരെ ബേക്കിലത്തെ ഒരു കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ഫാമിലി ആയിട്ട് പോവാണ്. നാടിന്റെ ചൂച്ചത്തിന്റെ അമ്മായി മാമനൊക്കെ ഉണ്ട്. ഓലക്കര ഓള് കയറി. ഞങ്ങൾ ടോൾ ഗേറ്റ് പാസ് ചെയ്യട്ടെ. അടിപൊളി വ്യൂ ഇട്ട് ഇവിടുന്ന്. ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്. എന്നിട്ടാണ് എന്റെ എക്സൈറ്റഡ് വോയിസ് ഇവിടെ ഇല്ലാത്തത്. പിന്നെ അതാ മുന്നിലും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. കണ്ടോ? മുന്നിലും കുറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആയിരുന്നു അടിപൊളി. ഇനി നമ്മളിങ്ങനെ ഓൺ ദ വേ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. പിന്നെ എന്റെ മാമിന്റെ വീട്ടിലും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കണം. ഇത് ഞാൻ എന്റെ കൈയോട് കുത്തി വരച്ചു നോക്കിയതാണ്. ഇതിന്റെ ഉള്ളിലൊരു സമ്മാനമാണ്. ഇനി നമുക്ക് മാമന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് കാണാം. ഇവിടെ എന്ത് തണുപ്പാന്നറിയാം ഗൈസ്. നമ്മൾ കൊതിച്ച് വെറിച്ചു. രാവിലെ തന്നെ ഈ ബാൽക്കണിയിലൊക്കെ വന്ന് ഭയങ്കര വ്യൂ. എനിക്കിഷ്ടപ്പെട്ടു. പോലെ വലിയ ഇതൊന്നുമല്ല. നമുക്ക് ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ പോയാലോ? Come on, let's go.